ഞാൻ ചീഫ് എഞ്ചിനീയറുമായിട്ട് വന്ന് അവിടെ ഒരു 4 പാലം ചേർന്നുകൊണ്ട് നിർമ്മിക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും അത് വളരെ മനോഹരമായൊരു എന്താ പറയുക ഒരു കവിത പോലാണ് അത് ഉണ്ടാക്കിയത്. നേരത്തെ പ്രാകൃതമായ സിമെൻറ്റ് കെട്ടിക്കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഒരു 3 പാലങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. വാഹനങ്ങൾക്ക് പോകാനൊക്കെ വളരെ അസൗകര്യമായിരുന്നു. അപ്പോൾ അത് മനോഹരമായിട്ട് 20 കോടി രൂപ കൊടുത്തു, പക്ഷേ 18 കോടിയേ ചിലവായിട്ടുള്ളൂ. എല്ലാം അത് ഉദ്ഘാടനമാണ് ഇന്നത്തെ ഇപ്പോഴത്തെ മിനിസ്റ്ററല്ലേ ചെയ്യുന്നത്. എന്നെ ആരും ക്ഷണിച്ചില്ല. ക്ഷണിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അതെനിക്കറിയില്ല, ഇപ്പോഴെന്താണെന്നുള്ളത് അറിയില്ല. ഇവിടെ എന്നെ ഒന്നും ക്ഷണിക്കാറില്ല. സാറ് പാർട്ടിയോട് ചേർന്ന് പോകണം എന്നൊക്കെയാണ്. സാറിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഇങ്ങനൊരു അതിനെ സംബന്ധിച്ച് എന്താണ് സാർ പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന കാര്യമല്ലേ? ഇതെൻ്റെ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. ടെലിവിഷൻ സുഹൃത്തുക്കൾ 1-2 പേരൂടെ വന്നിട്ട് ഇങ്ങനെ സജി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. അന്നേരം ഞാനിത് കൊടുത്തുമില്ല, കാരണം രാവിലെ വന്നിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പത്രത്തിലുണ്ട്, മനോരമയിലുണ്ട്, മാർച്ച് 10 2 പത്രത്തിലാണ് ഞാൻ കണ്ടത്. പാർട്ടിയോട് ചേർന്ന് പോകണം, പാർട്ടിയെയോ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. സൈബർ ആക്രമണം ആര് നടത്തിയാലും അത് ശരിയല്ല, അദ്ദേഹം ഞങ്ങളുടെ നേതാവ് ആണ്, അതൊക്കെ പരിശോധിക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സജി ചെറിയാൻ്റെ ഉപദേശം എന്നാണ് മനോരമയുടെ കിട്ടി. ഈശ്വരന് സജി ചെറിയാൻ്റെ ഉപദേശം. ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത്, പാർട്ടിക്കകത്താണ് നിൽക്കുന്നത്. അത് തന്നെ സജി ചെറിയാൻ പറയാറില്ല. സജി ചെറിയാൻ മാർക്സിസ്റ്റ് ശൈലിയിൽ, സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണിത്. ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഏതാനും 2 ആഴ്ചക്ക് മുമ്പ് മനോരമയിൽ സജി ചെറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ 14 കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിൽ. പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച 14 കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ, ഇടയ്ക്ക് കുറച്ചു കാലം മന്ത്രിസഭയിൽ നിന്ന് ഇല്ല, മന്ത്രിസഭയിൽ നിന്ന് മാറിയോ അയാളാണ് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത്. മന്ത്രിസഭയിൽ ഞങ്ങൾ 10 വർഷം എടുത്തിട്ട് ഞങ്ങളാരും മാറി. അപ്പം ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്ര ബോധമോ അല്ലോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല. ഞങ്ങളുടെ 2 പേരെയും പറ്റി നിങ്ങൾ ജനങ്ങളുടെ ഒരു പഠനം നടത്തുക. അതുപോലെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രണ്ണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് AK ബാൽ. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു, അത് മനോരമയിലാണ്. അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹമല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം 72 കൂടി SFIയുടെ സംസ്ഥാന സമ്മേളനത്തിലെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു, കാരണം എന്നെ വിമർശിച്ചതിന് പിന്നെ എന്നെ ഞാൻ വിമർശിക്കത്തില്ലേ? ആലോചിച്ച് നോക്ക്. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതിന് സംസ്ഥാന കമ്മിറ്റി ഒന്ന് മാറ്റി. ആര് മാറ്റി? എടുത്തില്ല എന്ന് പറയണം. ഇങ്ങനെയുള്ള തെറ്റായ വിമർശനം നടത്തിയതുകൊണ്ട് പാർട്ടി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി CH കണ്ണാനോട് വന്നിരുന്നിട്ടാണ് ബാലിനെ എടുക്കുന്നില്ല ആരോ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയില്ലേ, കേന്ദ്ര കമ്മിറ്റി മെമ്പറായില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായില്ലേ. ഞാൻ ആ പോസ്റ്റിലൊന്നും ഇരുന്നില്ലല്ലോ. അപ്പോൾ ബാലി പറഞ്ഞതും ആലപ്പുഴയിൽ നടക്കുന്ന ഈ വളരെ നികൃഷ്ടവും മ്ലേച്ഛവും മാർക്സിസ്റ്റ് വിരുദ്ധവുമായ
ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ ഈ ആക്രമണത്തിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല. അന്നത്തെ പോലെ തന്നെ ഞാനിപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു. ഞാൻ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിലൂടെ. അതൊക്കെ പാർട്ടി പഠിപ്പിച്ച് ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് ആ മാറ്റം ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ മാറിയിട്ടില്ല. ബാലൻ മാറിയെന്നാണ് ബാലൻ പറയുന്നത്. ബാലൻ മാറിക്കോ. എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല. ബാലൻ എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേദിയിൽ ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ച് പേരൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഇടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്തിനാണ്? ഇത് തന്നെയാണ് സഹിച്ചറിയാനും. മുമ്പ് ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചവരെ ഞങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് തിരുത്താൻ ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നവരാണെന്നല്ലേ എൻ്റെ അർത്ഥം. പറഞ്ഞ് തിരുത്തണമെങ്കിൽ സഹിച്ചറിയാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവരെല്ലാവരും സ്വയം സമ്മതിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനും അറിയില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി ഞാൻ പാർട്ടിക്ക് അകത്താണ്, പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടക കക്ഷിയല്ല. സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം സഹിച്ചറിയാൻ. എത്രയോ ദുർഘടഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച് ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഞാൻ മിനിസ്റ്ററായിരുന്ന കാലത്ത് പോലും പിണറായി സഖാവിൻ്റെ അടുത്ത് പോകുന്നതിന് ചില അവസരങ്ങൾ ബുദ്ധിമുട്ട് വന്നു സഹിച്ചറിയാൻ. ഞാൻ സഹിച്ചറിയാനോട് സംസാരിച്ചു. ആലപ്പുഴ പാർട്ടിയുടെ നേരായ ഫൈറ്റിന് വേണ്ടി സഹായിച്ച കോമ്രേഡാണ്. സംശയം എന്താ? എൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തതല്ലേ. ആ കാലം ഒന്നും വിസ്തരിക്കാനല്ല ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അതുപോലെ കൊടുക്കണം. ഞാൻ അങ്ങോട്ട് പറയുകയല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്താ അർഹതയുള്ളത്? പറ. അദ്ദേഹം എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അന്തസ്സമയം തന്നെ മാറത്തക്ക തരത്തിൽ ഗവൺമെൻറ്റിനും പാർട്ടിക്കും പറ്റാത്തത് പറഞ്ഞതുകൊണ്ടല്ലേ. ഞാൻ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞ ഒരു വാചകം കാണിക്കാവോ? അത് പറയുമോ? പാർട്ടി നയത്തിനും എതിരെ പറഞ്ഞ ഒരു കാര്യം പറയാം. പാർട്ടിക്ക് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയും, പാർട്ടിക്കെതിരെ പാർട്ടിയെപ്പറ്റി ചീത്ത പറഞ്ഞാൽ പാർട്ടി നയത്തിനെതിരെ പ്രവർത്തിക്കുകയും, പാർട്ടിപരമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും, പാർട്ടി നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അത് ഞാൻ പാർട്ടിയുടെ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇതെന്താണെന്ന് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അല്ല, ചോദിക്കത്തില്ലേ? ഞാനത് തുടരും. ഇത് പാർട്ടിയെ, ആലപ്പുഴ പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ ആഗ്രഹമുണ്ട്. ഞാനും ഒരു പങ്ക് വഹിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു തുള്ളി ചോര ഇതിൽ വീണതാണ്. മനസ്സിലായോ? ഒരു പൈസയും ഞാനിതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഒരു കുടുംബസ്വത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നോട് ഏറ്റുമുട്ടാൻ സഹിച്ചറിയാൻ വരേണ്ടതില്ല. അത് നല്ലതല്ല. കാരണം നിങ്ങൾക്ക് എന്നെ നന്നായിട്ടറിയാം. നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ ഒരു തരത്തിലുള്ള വ്യക്തിപരമായ വൈകല്യങ്ങൾക്കും പോകുന്ന ആളല്ല. നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനുള്ളിൽ ഫേസ്ബുക്കിൽ വന്ന വൃത്തികെട്ട പോസ്റ്റുകളെല്ലാം ഒന്ന് ശേഖരിക്കുക. ഉപദേശിച്ചൊക്കെ ഇരിക്കട്ടെ. അനിയനോട് ഉപദേശിച്ചു എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിനുള്ളതായില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നിങ്ങൾ ആ പോസ്റ്റെല്ലാം എടുപ്പിക്കുക. ഇപ്പോൾ സാങ്കേതികവിദ്യ എടുത്തിട്ടൊന്ന് വിശകലനം ചെയ്യുക. ഇതെല്ലാം കൂടെ വളരെ കുറച്ച് ആളുകൾ പല പേരുകൾ പറയിപ്പിക്കുന്നതാണ്. അതിൻ്റെ പിന്നിലൊക്കെ ആളുണ്ട്. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. പക്ഷേ ജനൻ ടി വി പറഞ്ഞത് ഇന്നാലെ പറ്റിയാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയാമോ? ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഉടനെ ഇന്നാലെ പറ്റിയാണ്. അപ്പോൾ അത് ആ പ്രവർത്തന ശൈലി തന്നെ ശരിയല്ല. അങ്ങനെ പറയേണ്ട കാര്യം, ഒരാൾ പറയാത്ത കാര്യം ഇന്നാലെ പറ്റിയാണ്. എന്താ എനിക്ക് പറയാൻ പേടിയുണ്ടോ? പേടി ഉണ്ടായിട്ടല്ലോ പേര് പറയാത്തത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത് മാത്രം ചിന്തിക്കരുത്. വസ്തുതകൾ നിങ്ങൾ ശേഖരിക്കണം. എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിച്ചാൽ നിങ്ങൾ ഉടനെ വെക്കുക. അത്ര അശ്ലീലമാണ് എഴുതുന്നത്. അച്ഛനെ വിളിക്കുകയാണ് എപ്പോഴും. എന്നിട്ട് പോലും ഞാനൊരു അക്രമത്തിനോ ബഹളത്തിനോ പോയില്ല. ഇതിൽ കുറച്ച് പേര് മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ ഒരു കൗൺസിലറുണ്ട് ആ സ്റ്റേഡിയം വാർഡിൽ, അജേഷ്. അയാളെ എല്ലാവർക്കും അറിയാം അയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അയാൾ പോസ്റ്റ് ഇട്ട് അയാൾക്ക് വല്ല കാര്യമുണ്ടോ? അയാളെ ബാധിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ബാലിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? പറ. അപ്പോൾ ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന അപഭ്രംശമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് പാർട്ടിക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച സീനിയർ നേതാക്കന്മാരെ
സംസ്കാരശൂന്യനായ ഒരു കൂട്ടം ആളുകൾ ഫേസ്ബുക്കിൽ കൂടി അച്ഛനും അമ്മയ്ക്കും അടക്കം പറയുമ്പോൾ അതിനെ ആക്ഷേപിക്കാതെ അതിനോട് പ്രതികരിക്കുന്ന ഞാൻ ഒട്ടും വളർന്നിട്ടില്ലെന്നല്ല, മാറിയിട്ടില്ല. ഞാൻ മാറത്തില്ല. പാർട്ടിയിൽ ഞാൻ വെറും കൈയോടെ വന്നു. പാർട്ടി തന്ന സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ അലവൻസുകളും കാര്യങ്ങളും ഞാൻ പിന്നെ മദ്യപിക്കാനും പുകവലിക്കാനും മറ്റു പണിക്കൊന്നും പോകാത്തതുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കും. ബാക്കിയുള്ള പണം കാണുമല്ലോ, കുറച്ച് പണം, കാരണം 10-20 വർഷം ഇരുന്നതല്ലേ. പിന്നെ എൻ്റെ വൈഫിന് കോളേജ് പ്രൊഫസറാണ്, അവർക്ക് ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നതിന് വിഷമില്ല. മകനെ ഒരു മകനേ ഉള്ളൂ, അതിനൊരു ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സാധാരണ കഷ്ടപ്പെട്ട ഒരു കൂലിവേലക്കാരൻ്റെ കഷ്ടപ്പാടില്ല. പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പാവങ്ങളായിരുന്നു. കഷ്ടപ്പെട്ടാണ് വളർന്നത്, പട്ടിണി കിടന്നാണ് പഠിച്ചത്. ഇതൊന്നും ഇവർക്കറിയില്ല, അറിയണമെന്ന് ആഗ്രഹമില്ല. അത് ഓണാട്ടുകാരോട് ചോദിച്ചാൽ മതി, ഞാൻ എവിടെയാണ് ജനിച്ചത്. എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയണ്ട, ജയിക്കത്തില്ല. എന്നോട് ഫൈറ്റ് ചെയ്ത് ആരും ജയിച്ചിട്ടില്ല ഇതുവരെ. എന്നോട് ഫൈറ്റ് ചെയ്തവർ ഒറ്റയാളും ജയിച്ചിട്ടില്ല. ഉള്ള കാര്യം എന്താ കാരണം? ഞാൻ പറയുന്ന വസ്തു ഞാൻ ഉറച്ചു നിൽക്കും അവസാനം വരെ, കളഞ്ഞിട്ട് പോവില്ല. ഞാൻ ആരെയും ആവശ്യമില്ലാതെ ആക്ഷേപിക്കില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. 11,000 വോട്ടിന് അമ്പലപ്പുഴയിൽ 11,200 വോട്ടിനാണെന്ന് തോന്നുന്നു അമ്പലപ്പുഴയുടെ MLA അദ്ദേഹം വിജയിച്ചു. അതിനുള്ള എല്ലാ സംവിധാനവും അതിനു മുമ്പ് അധികാരത്തിലിരുന്ന നമ്മളുണ്ടാക്കിയ റോഡുകളും പാലങ്ങളും ഈ വികസനമല്ലേ അതിൻ്റെ അടിസ്ഥാനം. ആ വോട്ടർ തന്നെ കിട്ടി. അതൊരു വലിയ ഭൂരിപക്ഷം. 3 തവണ ഞാൻ മത്സരിച്ചതിന് ശേഷമാണ് എനിക്ക് 23,000 കിട്ടിയത്. 3 തവണ ജയിച്ച ശേഷം. ആദ്യം എനിക്കും കിട്ടിയത് 11,000 ചില്ലുവാനോ ഇതേ മണ്ഡലത്തിൽ 2006 ജയിക്കുമ്പോൾ. അത് കൈനകരിയിൽ നിന്ന് 5,000 വോട്ട് വരും, അതുകൂടെ കൊണ്ടാണ് ജയിച്ചത്. അതിൽ തോറ്റുപോയി നിന്ന്. അതിന് മുമ്പ് ഞാൻ 87 മത്സരിച്ച് തോറ്റതാണ് 124. അപ്പോൾ ഒരു നല്ല ഭൂരിപക്ഷമാണ്, സംതൃപ്തികരമായൊരു ഭൂരിപക്ഷം അദ്ദേഹത്തെ സംബന്ധിച്ച്. ആദ്യം മത്സരിക്കുകയാണ്, ജയിച്ചു, MLA ആയി. ഉടൻ തന്നെ എനിക്കെതിരെ ഒരു പരാതി. അത് സഹിച്ചത് അറിയാതെ ആ പരാതി പോവോ? ആരും അറിയാതെ ആ പരാതി പോവോ? പരാതി പോയത് അന്നേരം നാസർക്ക് അറിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആരിഫിനും സഹിച്ചറിയാനും ആ പരാതി പോയത് അറിയാൻ അത്ര ഞാൻ പറയുന്നുള്ളൂ. പരാതി പോയി, ഉടൻ തന്നെ അന്വേഷണം, കരീം വന്നു, അന്വേഷണം നടത്തി ചർച്ച ചെയ്തൊന്നുമില്ല. സുധാകരൻ ശ്രദ്ധിക്കണം, ഒരു തീർന്നു. പുറത്താക്കാനായിരുന്നു. എന്നെ പുറത്താക്കുമെന്നും പറഞ്ഞ് പടക്കം വരെ പൊട്ടിച്ചു. ഇവിടെ പിന്നെ ബ്ലോക്കിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു സഖാവ്, ഒരു സെറ്റ്, അവിടെ ടീ പാർട്ടി നടത്തി പുറത്താക്കുമെന്ന് പറഞ്ഞ് അരിപ്പാട് ഒരു ഹോട്ടലിൽ വെച്ച് വേറൊരു സഖാവ്, ഇങ്ങനെ കുറച്ച് പേർ. ഇപ്പം ഇതൊക്കെയാണ് അത് കഴിക്കും. അതിനു ശേഷം മാനദണ്ഡത്തിൻ്റെ പേരിൽ ഈ സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞപ്പോൾ സർവ്വ പാർട്ടി സ്ഥാനം ഇതാണ്. സഹിച്ചറിയാനൊന്നും അറിയില്ലല്ലേ? സഹിച്ചറിയാനതിൽ പങ്കാളിയല്ലേ? പങ്കാളിയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, കൂടുതൽ ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് നിർത്താം. ഞാൻ പറയുന്നത് പാർട്ടിക്ക് യോജിക്കാത്തതെന്നാണ്. ഞാൻ പാർട്ടിക്ക് സമാന്തരമായി പോകുന്നില്ല. ചേർന്ന് നിൽക്കുന്ന ആരാ? പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നത് പാർട്ടിക്കാരല്ലാത്ത ജനങ്ങളല്ലേ. പാർട്ടിക്കാരെങ്ങനെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നത്? ആ പറ. പാർട്ടിക്ക് വെളിയിലുള്ള ഒരാളിനെ പോലെ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ. പാർട്ടിക്കകത്തുള്ളവർ ഒരു സ്ട്രക്ചറാണ്. ഞാനതിനകത്തല്ലേ, ഒരു സാധാരണ മെമ്പറായിട്ട് ഞാൻ ഇരിക്കുകയല്ലേ. 4 ബ്രാഞ്ച് യോഗത്തിന് ഞാൻ പോയി. DC ഓഫീസിൽ ഒരാഴ്ചക്കൊണ്ട് മിനിമം 3 തവണ പോകും. സഹിച്ചറിയാൻ ഒരു മാസത്തിൽ എത്ര ദിവസം വരും ചാർജുള്ള ജില്ലയിലെ പാർട്ടി ഓഫീസിൽ? അവിടുത്തെ ജീവനക്കാരോട് ചോദ്യം. ഞാൻ എല്ലാ ആഴ്ചയിലും മിനിമം 3 ദിവസം പോകും. ഇത് ചായയും തരും, പത്രമൊക്കെ എടുത്തോട് തരും അവിടുത്തെ സഹാക്കൾ. വലിയ സന്തോഷമാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിയിൽ പോയി വിഘടനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിയിൽ പോയി വിഘടനം ഉണ്ടാക്കും ആരെ പറ്റിയെങ്കിലും ജില്ലാ നേതൃത്വത്തിലെ എന്തെങ്കിലും പറഞ്ഞു അറിയില്ല. പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാവുന്നവരോടെ പറയാൻ പറ്റൂ. ഓരോരുത്തരുടെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ എന്തെല്ലാമാണോ. ഞാൻ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞെങ്കിൽ ഇന്നലെ മാത്രമാണ്. അത് വൃത്തികെട്ട പോസ്റ്റ് ഇടുന്നതുകൊണ്ട് പറഞ്ഞതാണ്. സഹിച്ചറിയാൻ്റെ പേര് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ നടക്കേണ്ടത് അദ്ദേഹം തടഞ്ഞില്ല എന്ന് ഞാൻ ഇന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും വേറെ ആരോപണം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തിനും ഇങ്ങനെയാണോ പറയേണ്ടത്? ഇതിപ്പോൾ മുഖ്യമന്ത്രിയോടെ പോയിരിക്കുകയല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി കൊടുക്കുന്ന ആ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഞാനിതുപോലെ മുഖ്യമന്ത്രിയുടെ കൂടെ പോയിരുന്ന ആളാണ്. എന്നെയും കൊണ്ടാണ് മോദിജിയെ കാണാൻ പോയത്.
ഡൽഹിയിലെ ദേശീയപാതയുടെ കാര്യത്തിലുമൊക്കെ എന്നെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. കാരണം ഞാൻ പൊന്നാമത്ത് മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന് കൊള്ളാം. ഇത് ആലപ്പുഴയാണ്. ഇത് പുന്നപ്രവേലാറിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ താമസം തുടങ്ങിയിട്ട് 45 വർഷമായി. ഒരു പ്രശ്നവും എന്നെപ്പറ്റി ആരും ഇവിടെ പറയത്തില്ല, ഒരു ജനങ്ങളും പറയത്തില്ല. ഞാൻ എന്നെപ്പറ്റി പറയേണ്ടി വന്നത് ഇവർ പറയാത്തതുകൊണ്ടാണ്. ഇവരൊക്കെയാണ് എനിക്ക് അനുകൂലമായിട്ട് പറയേണ്ടത്. എന്ത് കഷ്ടപ്പാടിലാണ് കഴിയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. ആദ്യം ബി ജെ പി ഇപ്പോൾ എന്ന് പറയുകയാണ് ഈ സഹിച്ചതിൻ്റെ ആൾക്കാർ. പല പഞ്ചായത്തുകളും ചെങ്ങന്നൂരിൽ കോൺഗ്രസുമായി കൂട്ടുകെട്ടാണ്. പഞ്ചായത്തിന് ഭരണം പാർട്ടി അറിഞ്ഞിട്ടാണോ? ഞാൻ എവിടെയെങ്കിലും കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കേണ്ടോ? സെക്രട്ടറി ആയിരുന്നപ്പോൾ മുനിസിപ്പാലിറ്റി കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ച് പാർട്ടി തടഞ്ഞു. അത് ഞാൻ സെക്രട്ടറിയിലുണ്ട്. ഇതല്ലേ സത്യം? ഉപദേശിക്കുന്നതിന് മുമ്പ് സൂക്ഷിക്കണം ആരോടാണെന്ന്. എന്നോട് ഫൈറ്റ് ചെയ്ത്, അതായത് ആശയപരമോ സംഘടനാപരമോ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരാളും ജയിച്ചില്ല. കാരണം ഞാൻ കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. 30 വർഷം പിണറായി വിജയൻ സാറിനോടൊത്ത് പ്രവർത്തിച്ചു. ഒരു ക്യാബിനറ്റിൽ പ്രവർത്തിച്ചു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. ഒരു കാലത്തും പിണറായി വിജയനുമായി എനിക്കൊരു ഇടർച്ച ഉണ്ടായില്ല. ഒരുപാട് പേര് ഇടർന്നല്ലോ, ഇടർച്ച ഉണ്ടായിട്ടോ എന്തുവേട്ടം? എനിക്ക് ഇടർച്ച ഉണ്ടായില്ലല്ലോ. എല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് അംഗീകരിച്ച് പ്രവർത്തിക്കും. എന്നെ വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഭയങ്കര സൈബർ ആക്രമണം സ്വപ്നയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ ദേശാഭിമാനിയുടെ പ്രവർത്തകരായ ഇപ്പം മീഡിയ അതിൻ്റെ ചെയർമാനില്ലേ RS ബാബു, അദ്ദേഹം വന്ന് ഇങ്ങനെ അതിനെ സുഹാരസാവെന്ന് പ്രതികരിക്കണം, അത് നല്ലതായിരിക്കും. ഞാൻ പ്രതികരിച്ച് പത്രസമ്മേളനം 1.5 മണിക്കൂർ നടത്തിയില്ലേ? ആ പഴയ നിങ്ങളുടെ വീഡിയോകളൊക്കെ നോക്ക്, അതെടുത്ത് കാണിക്ക് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തതെന്ന്. പിണറായിക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി, പാർട്ടി സഹകർക്ക് മൊത്തം, ലോകം മുഴുവനുള്ള മലയാളികൾക്ക് സന്തോഷമായി. എന്നാലും അതായിരുന്നു എന്നെയല്ലേ ഓനപ്പെടുത്തി. ചെറിയനെ അല്ലല്ലോ, ബാലനെ അല്ലല്ലോ. ബാലനുണ്ടല്ലോ അത് ക്യാബിനറ്റിൽ എൻ്റെ കൂടെ. എന്താ ചോരപ്പെടുത്താൻ? സ്വയം പരിശ്രമം വേണം. നിങ്ങളൊക്കെ ജൂനിയേഴ്സായിരുന്നു, മനസ്സിലായില്ലേ? ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. പാർട്ടി നയവും പാർട്ടി പരിപാടിയും ഭരണഘടന അനുസരിച്ച് സംസാരിക്കുന്നത് അത് മറന്നുപോയ ആൾക്കാർക്ക് അതാണ്, അവർ മറന്നതാണ് പാർട്ടിയെന്ന് അവർ ധരിക്കുന്നു. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നു, പാർട്ടി നയം, പോളിസി, പാർട്ടി പ്രോഗ്രാം, പാർട്ടി ഭരണഘടന, പാർട്ടിയുടെ രാഷ്ട്രീയ നയം, അടവ് നയം, ഇതനുസരിച്ച് അതിൽ പറയുന്ന പാർട്ടി സഖാക്കൾക്ക് സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് പറയുന്നുണ്ട്. കുറ്റങ്ങൾ, പോരായ്മകൾ, ആ പോരായ്മകൾ ഇപ്പോഴും അവശേഷിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രേഖകളിലുള്ള കാര്യം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ കുറ്റക്കാർ പലരും കുറ്റക്കാരായി തുടരുകയും പുതിയ കുറ്റക്കാർ വരികയും ചെയ്തു. അത് പാർട്ടിക്ക് ദോഷമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പേരെടുത്ത് ഇന്നലെ പറഞ്ഞത് അത്ര വൃത്തികെട്ട തരത്തിൽ സംസാരിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് ഇയാളാണ് അജേഷ്, എൽജി സെക്രട്ടറിയാന്ന് പറഞ്ഞാൽ എന്ത് എൽജി ഉണ്ടാക്കാനാണ് അവിടെ? എന്നെ ചെയ്ത് പറഞ്ഞിട്ട് എന്തുണ്ടാക്കാനാണ് അവിടെ? ആരംഗീകരിക്കുന്ന ഇത്? ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? അങ്ങനെ എത്ര ആളുകൾ SRP മുതൽ അല്ലെങ്കിൽ AK ബാലൻ വരെയുള്ള ആളുകൾക്കും അവർക്കെല്ലാം അത്യാവശ്യം ഒരു പരിഗണനയും ഒക്കെ നൽകുന്നുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ നേതൃത്വം മാത്രം എന്താണ് സാറിനോട് ഇത്രയും ഒരു മോശമായ രീതിയിൽ ഒഴിവാക്കുന്ന രീതിയിൽ പെരുമാറുന്നത്? എനിക്കറിയില്ല. എന്നെ ഒരു പരിപാടി അല്ല, അത് ചേർന്ന് പോകണമെന്ന് പറയുന്നുള്ളൂ. അത് അതിൻ്റെ അസംഘടനാപരമായ വശക്കേട് ഞാൻ പറഞ്ഞു. ചേർന്നല്ല പോകേണ്ടത്, പാർട്ടിക്കകത്താണ്. അദ്ദേഹം പാർട്ടിക്കകത്താണെങ്കിൽ ചേർന്ന് പോകുന്നതായിട്ടാണ് പുള്ളിക്ക് തോന്നുന്നത്. പാർട്ടിക്കകത്താണെന്നും അതിൻ്റെ സമന്വയ നേതാവാണെന്നും അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചേർന്ന് പോകുക എന്ന് അത് എന്നോട് പദം പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ അടവും തന്ത്രങ്ങളുടെ ക്ലാസ് സഹിച്ചതിനും എടുത്തിട്ടുള്ളതാണ്. അധികം സംസാരിക്കുന്നില്ല. നിങ്ങൾ ചിരിക്കാൻ പറയുന്നത് സത്യമല്ലേ? ആലപ്പുഴ പാർട്ടിയിൽ സഹിച്ചറിയാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, നാസർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, അപ്പം ഞാനിവിടെ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയല്ലേ പാർട്ടിയുടെ. ഇവരെയൊക്കെ പൊന്നുപോലല്ലേ കാത്തു സൂക്ഷിച്ചത്. എന്നും പ്രയാസം ഉണ്ടായിരുന്നു. സജിക്കെതിരെ വലിയൊരു സെറ്റുണ്ടായിരുന്നു അവിടെ. സജി അടിക്കുകയും വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്ത് ഓർമ്മയില്ലേ? കാട്ടിലിട്ട് ഓർമ്മയില്ലേ? ഏതോ വീട്ടിലെന്തോ യോഗത്തിന് പോയെന്നും പറഞ്ഞ് കുറച്ച് ആളുകൾ പാർട്ടിക്കാർ തന്നെ സംഘടിച്ച് അടിക്കുകയും വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്തു. അവർ അവിടെ കിടന്നുകൊണ്ട് എന്നെയാണ് വിളിച്ചത്. രാത്രിയിൽ പാതിരാത്രിക്ക് എന്നെ വിളിക്കുകയാണ്, സ്വാരസ്വാമ്യകുമാർ എന്നെ കൊല്ലും. അത് ചെയ്തു. ഞാൻ പറഞ്ഞു അത് മരുന്നൊക്കെ വെച്ചിട്ട് രാവിലെ
ആ ഷർട്ടോടുകൂടി ഇനി വരാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. അവിടെ വന്നു. നേരം എടുത്തിട്ടില്ല, 3 മണിക്കോട്ടാ. അവിടെ കട്ടിലെ കിടന്നു. ഉടനെ രാത്രി കട്ടൻ കാപ്പി വാങ്ങിച്ചു കൊടുത്തു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സുമായിട്ട് തന്നെ പോയി പിണറായിയെ കാണാൻ പറഞ്ഞത്. 4 മണിക്ക് പോയി 6:30 മണിക്ക് അവിടെ എത്തി. പിണറായിയെ കണ്ടു. ഈ ഡ്രസ്സോട് നടപടി എടുത്തു. ഞാൻ ചെയ്തതാണ്. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. എൻ്റെ ജോലിയല്ല ഇതെല്ലാം, എൻ്റെ ജോലിയല്ല. നിങ്ങൾക്ക് കുറേ ജോലിയില്ലേ? ഇതെല്ലാം എന്നെ കൊണ്ടെന്തിനാണ് പറയിപ്പിക്കുന്നത്? ഇത്രയും ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പരിധി വിടാതെ പറയേണ്ടത്. പരിധി വിടാതെ പറയാൻ എനിക്കറിയാതെ. ഞാൻ എത്രായിരം പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു ഈ 62 വർഷത്തിൽ. അത്രയും ആരും നടത്തിയിട്ടുണ്ട്. ഇഷ്ടപരിഹാരം പോലെ നടത്തും, ആൾ വരും. അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും വരിക. എല്ലാ ദിവസവും വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഇന്നിപ്പോൾ സജി പറഞ്ഞത് ചോദിക്കാൻ വന്നത് അതെനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനൊരു വെറും ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായാലും സമൂഹത്തിൽ അങ്ങനല്ല. ജി സുധാകരൻ്റെ വാർത്തകൾ കൊടുക്കേണ്ടതുകൊണ്ട് നിങ്ങളുടെ ചാനലിനും പ്രയോജനമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. ചാനലിന് പ്രയോജനമില്ല, നിങ്ങൾ കൊടുക്കില്ലല്ലോ. അത് തന്നെ ഒരു ഭാഗ്യമാണ്. എന്തെങ്കിലും ഒരു സാമ്പത്തിക ആരോപണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമല്ലോ. 62 വർഷം വല്ലതും സംഭവിച്ചോ? അതാണ് ഈ ചോദ്യത്താൽ അപ്രസക്തമാണ്. ഈ നടപടി കിടപടി എന്നൊന്നും പറയാതെ ഏത് സാർ ഒരാൾ പറയുന്നതാണോ പരിധി? പാർട്ടി ഭരണഘടന വായിച്ചു നോക്കാൻ. പാർട്ടി ഭരണഘടനയും പാർട്ടി പരിപാടിയെ ലംഘിക്കാതിരുന്നാൽ മതി. അതെങ്ങനെയാണ് ലംഘിക്കുന്നത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാവ് പറയുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന്. പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന എന്നോട് പറയുക, അകത്തുനിന്ന് വെളിയിൽ വരിക, എന്നിട്ട് ചേർന്ന് പോകും. അപ്പം സിമ്പതൈസർ ആവാൻ പറയുകയാണ്. ചേർന്ന് പോകുന്നവരെയാണ് സിമ്പതൈസർ എന്ന് വിളിക്കുന്നത്. അറിയാമോ? ഇതുപോലും അറിയാൻ വയ്യാത്ത ഒരാളാണ് എന്നെ ഉപദേശിക്കുന്നത്. മനോരമ പത്രത്തിലൊരു ഉപദേശം ഇതല്ലേ പിരിഞ്ഞാണ്. എനിക്ക് താഴെയും മേളും നോക്കാനില്ലെന്ന്. ആ പത്രത്തിന് ഇതിനൊരു സഹായം. പത്രത്തിൽ എഴുതിയാണ്. ചീപടിത്തതൊന്നും നല്ല എഴുതിയത്. ചീപടിത്ത 1 മാസം ഒരിക്കലും കൂടെ എന്നെ വിളിക്കാറുണ്ട്. എന്നെ കാണണമെന്ന് പറയാറുണ്ട്. മധ്യപിറ്റി സാറ് അത്ര കാര്യമാണ്. സുധാകരൻ്റെ മടി കനവില്ല എന്നൊക്കെ അദ്ദേഹം പറയും. അവർക്കറിയാം ഇവിടുന്ന് കൊടുക്കുന്നതാണ്. അവരങ്ങ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മുന്നും പിന്നും നോക്കാനില്ലെന്നോ? മുന്നും പിന്നും നോക്കാനുണ്ട്. പാർട്ടി മെമ്പറായാലും പോളിറ്റ് ബ്യൂറോ മെമ്പറായാലും അച്ചടക്കം ഒന്നാണ്. അച്ചടക്കം 1. ആ അച്ചടക്കം എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ശബരിമല പോകുന്നവരെ എല്ലാം അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി എന്ന് പരസ്പരം വിളിക്കുന്ന പോലെ സഖാവേ സഖാവേ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. സഹോദര എന്നാണ് അർത്ഥം. ഒരു സോഷ്യലിസ്റ്റ് ഒരു കൺസെപ്റ്റാണത്. ഇതൊക്കെ നമ്മൾ പറയും. നാട്ടുകാർ സഖാക്കളോട് പറയുമ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. ഇപ്പോൾ ആര് പറയുന്നു ഇങ്ങനെ? ഗൗരവത്തിൽ ആര് പറയുന്നു? പറ. നിങ്ങൾ തന്നെ താരതമ്യപ്പെടുത്ത്. നിങ്ങൾക്ക് തന്നെ എഴുതുക. എന്താണെന്നൊന്നും ചോദിക്കണ്ട. നടത്തിയല്ലോ. അതാണല്ലോ അതും നടത്തിയല്ലോ. ഇതാരാ നടത്തുന്നത് നിങ്ങൾ പറ. പേര് പറ. ഇത് ഗോവിന്ദൻ മാഷല്ല നടത്തുന്നത്, പിണറായി വിജയനല്ല, നാസറല്ല. അതെനിക്കറിയാം. ഈ 3 പേരുടെ എനിക്കറിയാം. സുജാത അങ്ങനെ പറയത്തില്ല, അതും എനിക്കറിയാം. വേറെ ആർക്കും ഞാൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല. സെക്രട്ടറിയിൽ രാഘവൻ പറയത്തില്ല, ഹരിശങ്കർ പറയത്തില്ല, സത്യവാനം പറയത്തില്ല, പ്രസാദും പറയത്തില്ല. ബാക്കി ആർക്കും സർട്ടിഫിക്കറ്റ് തരത്തില്ല. ആരാ? നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്കെന്താ? എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഈ ജില്ലയിൽ ജീവിക്കുന്നു. എത്രയോ പേര് കാശുണ്ടാക്കുകയും മണിമാളിക വെക്കുകയും സുഖിക്കുകയും വിദേശയാത്ര നടത്തുകയും സുഖമായിട്ട് ജീവിക്കുകയല്ലേ? ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ. അതൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് നല്ല 4 വാചകം ഇതുവരെ പറയാൻ പറ്റിയില്ലല്ലോ സ്വന്തമായിട്ട്. നിങ്ങൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന കോൺട്രവേഴ്സിയിൽ നിന്ന് അതെനിക്കറിയാം. അത് ആ വിമർശനം എനിക്കുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗവേഷണം നടത്തിക്കൂടെ പൊതുപ്രവർത്തകരെ പറ്റി? എന്താ നടത്താതെ? വെറുതെ കയറി വന്നതാ. 62 വർഷം ഞാൻ നടന്നു വന്നിങ്ങ് വരിക. ഞാനതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അടുത്ത തവണ അമ്പലപ്പുഴ മത്സരിക്കുന്നു. ഇവിടെ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിച്ചൂടെ? അതിനെന്താ തടസ്സം? ജയിക്കുന്ന ആളെയല്ലേ മത്സരിപ്പിക്കത്തുള്ളൂ. ആരാ? ഏത് സീറ്റായാലും. 3ാമതും പിണറായി വിജയൻ സാഹിബ് മുഖ്യമന്ത്രി ആവണം എന്ന ചർച്ചയാണല്ലോ നടക്കുന്നത്. അതിന് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അമ്പലപ്പുഴയെ കൂടെ കിട്ടണ്ടേ? ആലപ്പുഴ കിട്ടണ്ടേ?
ഈ ജില്ലയിലെ 9-ൽ 8 സീറ്റുള്ളത് അത് കിട്ടണ്ടേ? അത് കിട്ടുന്നതിന് നേതൃത്വം കൊടുക്കാൻ സഹിച്ചറിയാനെപ്പോൾ ഞാൻ സംസാരിച്ചാൽ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബാലിന് വന്ന് ഇവിടെ ക്യാമ്പയിൻ നടത്തി സീറ്റൊക്കെ ഒന്ന് പിടിക്കാമോ? പാലക്കാട് പോലും 1-ലേറെ സീറ്റിൽ LDF തോറ്റിട്ടുണ്ട്. ഇവിടെ 1 പോയുള്ളൂ. അപ്പോൾ ചാർജ് ബാലിനേക്കാൾ കൂടുതൽ സീറ്റ് ഞാനാണ് പിടിച്ചു കൊടുത്തത്. ബാലിനൊരിക്കലും എന്നെ പറ്റി പറയാൻ പാടില്ലാത്തതാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതാണ്. അപ്പോൾ ഈ അവസരത്തിൽ ആരോ സൂചിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രാഞ്ചിലാണ്, ഈ നാട്ടിലാണ്. ജില്ല വിട്ടുള്ള പരിപാടിക്ക് പോലും ഞാൻ അധികം പോകുന്നില്ല. ഇഷ്ടംപോലെ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. ഇപ്പോൾ എന്തോ CK ചന്ദ്രചൂഡൻ എന്നൊരു RSP ഏതാണ്, അദ്ദേഹത്തിൻ്റെ പേര് അവാർഡ് എനിക്ക് തരുന്നെന്നും പറഞ്ഞ് ഇന്നലെ അതിൻ്റെ ഭാരവാഹികൾ വിളിച്ചു. അത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ തരികയാണ്. നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നില്ല സാറ് അധികാരത്തിൽ നിന്ന് മേലസ്ഥാനത്തൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് സാർ അത് പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ചില പാർട്ടി സഹാക്കൾ തന്നെ ഫേസ്ബുക്കിലൊക്കെ വന്നിങ്ങനെ അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്നെപ്പറ്റി ആരും ഇത് പറഞ്ഞില്ലേ? അന്ന് എൻ്റെ അടുത്ത് വരികയും അവരവർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉപകാരങ്ങൾ വാങ്ങിയവരായി പറയുന്നത്. അപ്പം അധികാരത്തിൽ ഞാൻ മാറിയതല്ല, പാർട്ടി തീരുമാനിച്ചാണ്. അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്തറിയാമെന്ന്. നിയമസഭയിൽ എൻ്റെ പ്രസംഗമൊക്കെ വായിച്ചു നോക്കുക. ഈ ശബരിമല കാര്യങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. സാർ, ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അധികാരം നഷ്ടപ്പെട്ടു. അധികാരം 34 വയസ്സ് കഴിഞ്ഞാണ് ഞാൻ MLA ആവുന്നത്. അറിയോ? 34 വയസ്സ് കഴിഞ്ഞു. വിടാത്തത് സ്റ്റേറ്റ് പ്രസിഡന്റാണ്. എന്നാൽ സഭക്കാരൊന്നും മത്സരിപ്പിക്കത്തില്ല, എല്ലാ പ്രായമായാലും മത്സരിപ്പിക്കുള്ളൂ. മന്ത്രിയാവുന്ന 46 വർഷം കഴിഞ്ഞു അല്ലേ? ഞാൻ ആദ്യം കായംകുളത്ത് MLA ആയപ്പോൾ രാധാകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി മെമ്പറായ രാധാകൃഷ്ണൻ മന്ത്രിയാക്കി, വിജയകുമാറിനെ മന്ത്രിയാക്കി. മന്ത്രി സ്പീക്കറായിട്ട് എന്ന വല്ല പ്രശ്നമുണ്ട്. എൻ്റെ ഒരു നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാൻ പോലും ആക്കി. എനിക്കൊന്നും പ്രശ്നമാണ്. ഞാൻ പോയി നായനാരുടെ പുറകിലത് ശരിക്കും പ്രസംഗം, നീ പ്രസംഗിച്ചാലും ശരിയാവുമെന്ന് നായനാർ പറയും. ഓൻ്റെ പ്രസംഗം അത് മതി പുള്ളി പറയുമല്ലോ. അത് ഇതൊക്കെ ഒത്തിരി ഇതൊക്കെ ആത്മകഥ എഴുതാൻ പറഞ്ഞു. ഞാനൊന്നും എഴുതിയില്ല, കാരണം കാണുന്നവരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. രാവിലെ എഴുതുക. ഞാൻ എഴുതിയില്ല, എല്ലാവരും പറയുന്നുണ്ട് എഴുതണമെന്ന്. പത്രക്കാരൻ പറയുന്നു. ഒരു പത്രപ്രതിനിധി, എനിക്ക് തോന്നുന്നത് മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ടവരാണ്, പറഞ്ഞു കൊടുത്താൽ മതി, അവരെഴുതിക്കോളാം. ഞാൻ പറഞ്ഞു വേണ്ട, ഷൈജു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എഴുതുന്നില്ല. എന്നാൽ ഞാൻ എഴുതിയാൽ എനിക്ക് വായിക്കാനൊക്കില്ല, അത് വേറൊരു പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ ആലോചിക്കുക എന്ത് കാര്യത്തിനാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ കണക്ക് അനുഭവങ്ങൾ ഈ നാട്ടിലുള്ള പിന്തുണയും ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം വളരാനല്ലേ ശ്രമിക്കേണ്ടത്. ചെറിയാനെ പോലെയുള്ള പാർട്ടിയായിട്ട് ചേർന്ന് പോകൽ പ്രസ്താവനയാണ് നടത്തുന്നത്. ഞാൻ കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കുന്നില്ല. അയാൾക്ക് വല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതിനൊന്നും ഞാനെതിരല്ല. ഞാനതിനു വേണ്ടി ഒരുപാട് ദീർഘകാലം സഹായിച്ചത് അദ്ദേഹത്തിന് കുടുംബമായിട്ട്, അയാളുടെ അമ്മയുമായിട്ട്. പിതാവിന് ഇല്ല, ഞാൻ ജന്മയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ കേൾക്കില്ല. അതുപോലെ എൻ്റെ വീട്ടിൽ അതൊക്കെ ഇങ്ങനെ ഇത്തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെയൊക്കെ നിയോഗിച്ചിരുന്നു. ഞാനത് പറഞ്ഞില്ലേ ഇവിടെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനത്ത് ഒന്നുമില്ലായിരുന്നു. അവസാനം വലിയ ഒരു പുകമറ പത്രമാധ്യമങ്ങൾ വന്നതുകൊണ്ട് ഒരു താക്കീത് ശ്രദ്ധിക്കണം. അല്ലാതെ ഇലക്ഷനൊന്നും ചെയ്തതെന്നല്ല. ഞാനത് കഴിഞ്ഞ് അന്നത്തെ ഇലക്ഷൻ അസംബ്ലി കമ്മിറ്റിക്ക് പുറമെ ഒരു പാർട്ടി കമ്മിറ്റി ഉണ്ടാകുന്നതിനകത്ത് LC സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ വരെ ഇവിടെ പ്രവർത്തിച്ചവിടെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു. അതിൻ്റെ സെക്രട്ടറി K. പ്രസാദാണ്. എൻ്റെ ഒറ്റ വികസന പ്രവർത്തനം കൊണ്ടാണ് ഇദ്ദേഹം ജയിച്ചതെന്നാണ് ആ റിപ്പോർട്ട് എൻ്റെ ഉണ്ട്. ഒരു ദിവസം അതിനുവേണ്ടി പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയായിരുന്ന സഖാവിനുള്ള അദ്ദേഹത്തിൻ്റെ വിജയത്തിന് തടസ്സമായി അദ്ദേഹം പ്രദർശിപ്പിച്ച 5 കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. ഇത് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളന റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടാണല്ലോ ആവർത്തിക്കുന്നത്. ഈ റിപ്പോർട്ട് അവിടെയും ചേർത്തിട്ടുണ്ട്. ആരും പറഞ്ഞില്ല. പിന്നെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു ജയിച്ച സഖാവിന് ഇങ്ങനൊരു പരാതി? അത് സഹിച്ചറിയാനോട് ചോദിക്കണം, ആരിഫിനോട് ചോദിക്കുമ്പോൾ അവർക്കറിയാം. അത്ര ഞാൻ പറയുന്നു. പറയട്ടെ. അത് കഴിഞ്ഞ് അതൊന്നുമില്ലാതെ പുകയായിട്ടൊക്കെ പോയി. ഒന്നുമില്ലല്ലോ, ഇതല്ല യാഥാർത്ഥ്യം. ഒന്നുമില്ലായിരുന്നല്ലോ. ഞാൻ എത്ര യോഗങ്ങളിലാണ് പ്രസംഗിച്ചത് അയാൾക്ക് വേണ്ടി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നായർ മേഖലകളിലാണ്.
വോട്ട് കുറയേണ്ട സ്ഥലമാണ്. അമ്പലപ്പുഴ അടക്കം, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 900 വോട്ട് കിട്ടി. മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം പോയി കണ്ട് രഹസ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിവരോടൊക്കെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു. 11,000 വോട്ട്. എനിക്കാദ്യം മനസ്സിലാച്ചു 14,200 12,000 താഴെ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. VS ഇവിടെ 5,000 തോറ്റു, ജയിച്ചിട്ട് തോറ്റു. PKS 2,500 തോറ്റു, ജയിച്ചിട്ട് തോറ്റു. ഞാൻ 126 തോറ്റു. ഞങ്ങളൊക്കെ തോറ്റ മണ്ഡലമാണിത്. അവിടെ ജയിച്ചു, തുടർച്ചയായി 3 തവണ ജയിക്കാൻ കാരണം ജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി അവർക്ക് നല്ല ബോധ്യമായി. പിന്നെ അവരെന്നെ ജയിപ്പിക്കാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെയും ജയിപ്പിച്ചു. ആ കരിയമ്മിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പിണറായി സാഹിബ് എന്നെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. ഫോണിലാണ് വിളിച്ചാൽ താഴെ നിൽക്കുക. ഞാൻ ചെന്നു. നന്നായി, പ്രശ്നമൊന്നുമില്ല. സഹ അവിടെ പോയി PKS ഒരു മുറിയുണ്ട്, അവിടെ ഇരിക്കും. അപ്പോൾ PKS തുടർച്ചയായിട്ട് ഞാൻ ഇരിക്കണമെന്നാണ്. എന്നിട്ടിത് പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞ് ഈ MLA എന്തിനാണ് ഈ പരാതി എന്നോട് പിണറായി ചോദിക്കുകയാണ്. എൻ്റെ സംശയം അത് തന്നെയല്ലേ. പിണറായിയുടെ മുറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊടിയേരി കൈകാട്ടി വിളിച്ച് അങ്ങോട്ട് ചോദിച്ചു. ഇതല്ല പുള്ളി ചോദിക്കുക, അതിനും ചോദിക്കുക, ജയിച്ചു കഴിഞ്ഞ് എന്തിനാണ് MLA പരാതി തന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണത്. പിന്നെ ഒരു പരാതി വന്ന ഉടനെ കരിയമല്ലേ, കരിയം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഇളക്കി കരിമണി ചെയ്യാവുന്ന പണിയെല്ലാം പുള്ളി ചെയ്തു. എനിക്കറിയാം. അതേപ്പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. എൻ്റെ ശിക്ഷ കിട്ടിയല്ലോ അവിടെ, ജനങ്ങൾ കൊടുത്തല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ പാടില്ല. അത്ര സുഹൃത്തായിരുന്നു എൻ്റെ. മനസ്സിലായില്ലേ? കരിമിൻ്റെ സഹായത്തോടാണ് ഇൻഡസ്ട്രിയൽ മന്ത്രിയായിരിക്കുമ്പോൾ ഈ 16 ഏക്കർ വാങ്ങി ഈ ഹോസ്പിറ്റൽ, എഞ്ചിനീയറിംഗ് കോളേജ്, MBA ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിർമ്മിച്ചത്. അവരുടെ സ്ഥലമാണ് അത്. അത്ര കാര്യമാണ്. അപ്പം ഇതൊക്കെ സംഭവിച്ച കാര്യം പറയുകയാണ്. എനിക്കൊരു വിരോധമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയോ? BJP പോകുന്നതാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും BJP പോകണം. എന്താ ഇത്? ഇപ്പം BJPയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിമിനൽസ് ആലപ്പുഴയിൽ പാർട്ടിയുടെ തണൽ കിടക്കുന്നതെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരാളെങ്കിലും BJPയിലോട്ട് പോകും. അത് ഒരാളാണോ ഞാൻ? 62 വർഷക്കാലത്ത് എൻ്റെ പ്രവർത്തനമല്ലേ. എൻ്റെ വ്യക്തിപരമായി സഹിക്കുന്ന എത്ര ആയിരം ആൾ കാണും. ഇതൊക്കെ എനിക്കറിയാൻ വയ്യാത്ത ആളാണ്. ഗവർണർ പോസ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ പോവുമോ? ഇതൊക്കെ വ്യക്തമായ കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് സജി ചെറിയാൻ ഉപദേശം ഇങ്ങനെയല്ല വരേണ്ടത്. പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച് ഞങ്ങളുടെ കൂടിയൊക്കെ നേതാവായ G. സുധാകരനെ ഫേസ്ബുക്ക് വഴി ആക്ഷേപിച്ച മുഴുവൻ ഞങ്ങൾ പരിശോധിക്കും. ഒരാളെപ്പോലും വെറുതെ വിടില്ല. ഞങ്ങൾ ഖേദിക്കുന്നു. അദ്ദേഹത്തിന് വിഷമമുണ്ടായതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് ആവർത്തിക്കില്ല എന്നൊരു വാക്കല്ല പറഞ്ഞത്. എന്നെ ഉപദേശിക്കുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകാൻ, പാർട്ടിക്കകത്തുള്ള എന്നോട്. ഇപ്പോൾ ഈ കുടുംബനാഥനെ എന്നോട് ഒരാൾ പറയുകയാണ് നിങ്ങളുടെ പാർട്ടിയുടെ ആ വീടിൻ്റെ മുറ്റത്തൂടെ പോകാൻ. യു സി, ഇതൊരു പാർട്ടി അനാലിസിസ് ആണോ? പാർട്ടി വാചകമാണോ? ഇത് ശരിയാണോ? താത്വികമായി, സംഘടന, രാഷ്ട്രീയമായി ഇതിൻ്റെ പേരിൽ അയാളുടെ പേര് നടപടി എടുക്കേണ്ടതല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞതിന് ഒരാഴ്ച 3 ദിവസം പാർട്ടി ഓഫീസിൽ പോയിരിക്കുന്ന ഞങ്ങൾ പിണറായി പറഞ്ഞല്ലോ അവിടെ പോയിരിക്കണമെന്ന് എന്നോട്. എൻ്റെ പ്രസംഗങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത് നിങ്ങൾക്ക് എന്താ ജോലി? നിങ്ങളത് ചെയ്യുന്നല്ലോ. ഞാൻ ആകെ പോയത് 2 കോൺഗ്രസ് സമ്മേളനങ്ങളിലാണ്. കോൺഗ്രസിൻ്റെ സംഘടന ഉണ്ടാക്കിയതല്ല, അവരുടെ സാംസ്കാരിക സമിതികൾ. ഒന്ന് തിരുവനന്തപുരത്ത് ഗാന്ധിജിയും ശ്രീനാരായണഗുരുവും തമ്മിലുള്ള സംഗമം. പ്രസംഗിക്കാൻ എന്നെ വിളിച്ച് എൻ്റെ അംഗീകാരമല്ലേ, അവർക്ക് എന്നെ വേണേൽ വിളിക്കായിരുന്നു. ഇവിടെ ഞാൻ പോയി പ്രസംഗിച്ചത് അതുപോലെ തന്നെ ശിവഗിരി മഠത്തിൻ്റെ മാസികയിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ടെലിവിഷൻ കൂടി ഇവർ ആരോപണം ഉന്നയിക്കുന്നതല്ലേ, നിങ്ങൾ കുറച്ച് ഭാഗം കൊടുക്കുക. അവരെടുത്ത് പ്രസിദ്ധീകരിച്ചു. അവിടെ കോൺഗ്രസിനെ എവിടെ പോഴത്തേക്കുന്നത്? കോൺഗ്രസിനെ പോഴത്താനാണ് കോൺഗ്രസിന് വേദി പോണത്. ഇവിടെ കോൺഗ്രസിനെ പോഴത്താണ്. കോൺഗ്രസിനൊക്കെ ചേർന്നാൽ പോരെ. വെളിയിൽ നിന്നെന്നാ CPM എന്നുകൊണ്ട് എന്തിനാ പോഴ്ത്തുന്നതിന് വല്ല പ്രയോജനമുണ്ടോ? വീട്ടിൽ പറയുന്നത്. രണ്ടാമത് കോൺവെൻറ്റ് സ്ക്വയറിൽ എന്താ വിഷയം? രാഷ്ട്രീയവും സംസ്കാരവും വിഷയമാണ്. സെമിനാറാണ്. സെമിനാറിൽ നമുക്ക് പങ്കെടുക്കാം. BJPയുടെ പോവില്ല. മറ്റെല്ലാ പാർട്ടികളുടെയും പോകാം, BJPയുടെ പോവില്ല. മുസ്ലിം ലീഗിന് വേണമെങ്കിൽ പോകാം, BJPയുടെ പോവില്ല. കാരണം BJP അങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് വിലയിരുത്തി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വികമായുള്ള ശത്രു. അല്ല വ്യക്തിപരമല്ല, BJPക്കാരോട് വ്യക്തിപരമായിട്ടൊന്നല്ല. അവിടെ പോയി ഞാൻ സംസാരിച്ചു. അടിയന്തരാവസ്ഥ നിശ്ചിതമായി ഞാൻ വിമർശിച്ചു.
അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് തള്ളിപ്പറയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് എഴുന്നേറ്റം പിടിക്കാത്തത്. അത് തള്ളിപ്പറയാതെ രക്ഷപ്പെടത്തില്ല എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവർ കൈപിടിച്ചു. ചിദംബരം ഇപ്പം പറഞ്ഞു അടിയന്തരാവസ്ഥ ശരിയാണ്, അയാളെ കൊല്ലാൻ പോവുക കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസ്സിന് വല്ല മാറ്റമുണ്ടോ? മെലിഞ്ഞിട്ടും വല്ല മാറ്റമുണ്ടോ? അടിയന്തരാവസ്ഥ ബോധമായിരിക്കുന്നത് ഇപ്പോഴും. മനസ്സിലായോ? ഇപ്പോൾ ബാലനെങ്കിൽ സ്റ്റേജിച്ചറിയാനോ അവർ സെമിനാറിന് വിളിക്കുന്നത് ഞാനാണ് ഉത്തരവാദി. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അവർ സംസാരിക്കത്തില്ല. അതുകൊണ്ട് ആ സ്റ്റേജ് അനുസരിച്ച് ബഹുമാനിച്ചുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയും. അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഇപ്പം ചന്ദ്രചൂഡൻ്റെ അവാർഡ് എനിക്ക് തരുന്നു. ടി ജെ ചന്ദ്രചൂഡ് തുറന്നു പറയുന്ന ആളല്ലായിരുന്നു. അവരെതിരെ എനിക്കത് ഞാൻ ശുപാർശ ചെയ്തു. ഞാനൊന്നും ശുപാർശ ചെയ്തില്ലല്ലോ. സൂപ്പർ അലിക്കോടിൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് അമ്പലപ്പുഴ വെച്ചു. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പി സുധാകരൻ്റെ പേരിലുള്ള അവാർഡ് തന്നു. അവാർഡ് എനിക്ക് കൊടുക്കരുത്, പി സുധാകരൻ്റെ ജി സുധാകരൻ വിമർശിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ നേതാവ് വിളിച്ച് പറഞ്ഞു കൊടുത്തു ആലപ്പുഴയിൽ നിന്ന്. വല്ല കാര്യമുണ്ട് അവർക്ക്? ആ കുടുംബം തീരുമാനിച്ചല്ലേ? അവരുടെ മറുപടിയും പറഞ്ഞു. അപ്പോൾ എന്താ ഇങ്ങനെ നടക്കുന്നത്? This small group of political criminals, they are afraid of something. They earn money, they earn positions, they live lavishly, luxuriously. They want to travel, they want to amass modern facilities. They don't want to hear any speech against corruption. If one speaks against corruption, he should be stopped. അല്ലാതെ ഞാനെന്ത് കുറ്റം ചെയ്തിട്ട് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ സാറ് വന്നിട്ടുള്ള പോസ്റ്റർ പരസ്യമായി കീറിക്കളഞ്ഞിട്ട് മറ്റു പോസ്റ്റർ ഒട്ടിക്കുന്നു. അന്നേ ഇതിനെ തടയിടേണ്ടതല്ലായിരുന്നു. ഇതൊന്നും ഞാനല്ലല്ലോ കീറിയത്. അത് കീറിയത് ആ സ്ഥാനത്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുറക്കാട്ടെ അശോകനല്ലേ, എൽ സി സെക്രട്ടറി, അവരല്ലേ കീറിയത്? അയാളല്ലേ കീറിയത്? അശോകൻ. അതൊന്നും സ്ഥാനാർത്ഥി നോക്കണം എന്നുള്ളതാണ് അയാൾ കീറിച്ചതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനൊന്നും തടയിടാൻ പറ്റില്ല. ഇതൊരു പ്രവണതയാണ്. ഇത് തടയണമെങ്കിൽ സജി ചെറിയാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ആലപ്പുഴയിൽ വരികയും ഇവിടെ നടക്കുന്ന കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം വായിക്കുകയും എൻ്റെ അച്ഛനെ വിളിച്ച് എന്തിനാണ്, എൻ്റെ അച്ഛൻ എന്ത് പഠിച്ചു. അപ്പോൾ ഇത് രാഷ്ട്രീയമല്ല, സംഘടിതമായി തീരുമാനം. പിന്നെ ഇവരെല്ലാം നമ്മൾ തിരിച്ചു വിളിക്കാനൊക്കത്തില്ല. ഇത് ബ്ലോക്ക് ചെയ്ത് അവരെ വിളിക്കാനൊക്കത്തില്ല. അപ്പം കാൽക്കുലേറ്റ് ചെയ്തല്ലേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഈ അനാവശ്യം എഴുതുന്നവരുടെ ഒന്നും ഫോൺ തിരിച്ചു വിളിക്കാനൊക്കത്തില്ല. ബ്ലോക്ക് ചെയ്യാന്നാണോ പറയുന്നത്? തിരിച്ചു വിളിക്കാനൊക്കാതെ ചെയ്ത് മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുക. അവർ 10-25 പേരാണ്. അവർ വേറെ പേരിൽ ഇടുന്നുണ്ട്. പിന്നെ എയുടെ സഹായത്തോടുകൂടി എനിക്കെതിരെ പോസ്റ്റ് ഇടും. ഇങ്ങനെ ഒരു ഇത്രേ കാണത്തുള്ളൂ. എൻ്റെ ഒരു ഫോട്ടോയും വെക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ സതീശൻ്റെ നേതൃത്വത്തിൽ 120-114 സീറ്റും കിട്ടും. എവിടെ പറഞ്ഞത്? ഇത് വെറുതെയാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ഇത് വെറുതെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുക. ആര്? നമ്മുടെ ഷാജു ജില്ലാ കമ്മിറ്റി മെമ്പർ. ഇല്ലാത്തൊരു കാര്യത്തിൽ പറയാത്തൊരു കാര്യത്തിൽ കമൻ്റ് ഇടുമ്പോൾ ചർച്ചാ വിഷയമായില്ലേ. അതുകൊണ്ട് ഞാൻ വിമർശിച്ചതാണ്. ഷാജുവിന് വിഷമമുണ്ടായെന്ന് തോന്നുന്നു. കാരണം ഷാജുവിൻ്റേതുണ്ട്. അപ്പോൾ അത് ഞാൻ ഖേദിക്കുന്നു. ഷാജു ചീത്ത പറഞ്ഞതല്ല. ഷാജു എക്കാരുണ്ടാക്കിയ കൃത്രിമമായ പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ഇടാനേ പാടില്ല. അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് വിഷമമുണ്ടായത് ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചു. ഞാനത് ഖേദിക്കുന്നു. പറയേണ്ടി വന്നതുകൊണ്ട് അതിൻ്റെ അടിയിലൊന്നും കമൻ്റ് ഇടരുത്. അയാൾക്ക് വേണേൽ പറയാം, ജി സുധാകരനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കും. അത് പറയത്തില്ല എല്ലാവരും. അത്രയേ ഉള്ളൂ. അല്ല ഷാജുവിൻ്റെ പറ്റി വേറെ എനിക്ക് ആക്ഷേപമൊന്നുമില്ല. അയാൾ അദ്ദേഹത്തോട് ചോദിക്കണം എന്താ കാര്യം. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉൾപ്പെടി തോന്നി കാണും. 72 കാര്യമാണ് പറയുന്നത്. ഏത്? ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ വെച്ച റിപ്പോർട്ടിന്മേൽ വൾഗർ ക്രിറ്റിസിസം നടത്തി. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വാക്കുകൾ ഉപയോഗിച്ചു. ട്രാക്കുള എന്നൊക്കെ വിളിച്ചു. മനസ്സിലായില്ലേ? ട്രാക്കുള. എന്നെ ട്രാക്കുള എന്ന് വിളിച്ചാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് എൻ്റെ സഭയുടെ. ഞാനപ്പം സാഹിത്യം പഠിച്ച ആൾ കൂടിയല്ലേ, രക്തം ഊറ്റി കുടിക്കുന്ന ആൾ, അറിയാമല്ലോ. ഞാനതിന് മറുപടി പറഞ്ഞു. അത്രയേ ഉള്ളൂ. അവിടെ വെച്ച് തീർന്നു. പുള്ളി ഇപ്പോഴും ഓർത്തിരിക്കുക. അത് പുള്ളി സെക്രട്ടേറിയറ്റ് മെമ്പറായി, കേന്ദ്ര കമ്മിറ്റി മെമ്പറായി. എനിക്കിതിനൊക്കെ അവസരം ഉണ്ടായിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എന്നോടൊരു സഹാനുഭൂതി അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്. അത്രേ പറയാനുള്ളൂ. മതി. അയ്യോ, എനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ എല്ലാ പേജിലും റിപ്പോർട്ടുണ്ട് ജി സുധാകരൻ. ഞാൻ റിപ്പോർട്ട് വിളിച്ചിട്ടുണ്ട്. പറയേണ്ടടുത്ത് പറയും. സ്റ്റേറ്റ് സെക്രട്ടറി പങ്കെടുത്ത പരിപാടികളെ പറ്റി പറയുമ്പോൾ ഞാൻ പങ്കെടുത്തെന്ന് പറയണ്ട. പിന്നെ അല്ല അങ്ങനെ അതിനെന്താ? അതിനൊക്കെ എന്താ കൊച്ചു കാര്യമല്ലേ.
ഇതൊരു പ്രധാനപ്പെട്ട ഇതൊക്കെ എന്തിനാണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ പോകുന്നത്? എൻ്റെ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന ആളല്ലേ. അപ്പം എന്നെ എന്തും പറയാം. ആ അന്തരീക്ഷം നിലനിൽക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ചെറുതായിട്ട് പാലക്കാട്ടേക്കോ ട്രിവാൻഡ്രത്തേക്കോ വേറെ ആരും പറഞ്ഞില്ലല്ലോ. 100ഓളം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരിൽ സ്റ്റേറ്റ് കമ്മിറ്റി പാലിനില്ല, ഒരാളും പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ ആകെ പറഞ്ഞത് ഒരാളൊറ്റമാണ്, വേറെ ആരും പറഞ്ഞില്ലല്ലോ. ജില്ലാ കമ്മിറ്റി 50 പേരുള്ളത് പറഞ്ഞത് 3 പേരാണ്. 16 ഏരിയയിലായി 20 പേര് വെച്ച് 320 എ സി മെമ്പർമാരിൽ പറഞ്ഞത് 2 പേരാണ്. 10,000 എൽ സി മെമ്പർമാരുണ്ട്, അതിൽ പറഞ്ഞത് 4 പേരാണ്. അപ്പോൾ പാർട്ടിയിലെ സഖാക്കൾ ഭൂരിപക്ഷം ഒന്നും പറയത്തില്ല. ഇവരൊരു ഗ്യാങ്ങാണ്, ഞാൻ പറഞ്ഞല്ലോ. ആ ഗ്യാങ്ങിനെ തുറന്ന് കാണിക്കും. എ കെ ബാലൻ അതിനകത്തൊന്നുമില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ സജീഷ് ചെറിയാണ്ട് ജില്ലയിലല്ലേ നടക്കുന്നതിന്. ഇപ്പം അദ്ദേഹം വന്ന കണ്ടില്ലേ, വൃത്തികേട് കാണിച്ചവരെ വിമർശിക്കാതെ അവരോട് പറഞ്ഞു തീർക്കാവുന്ന അത് പുള്ളിയുടെ ആൾക്കാരാണെന്നാണോ അതിൻ്റെ അർത്ഥം? മുമ്പ് ഞാൻ പറഞ്ഞു തീർത്തതാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അതാ പറഞ്ഞത്, പറയാനറിയില്ല, പറയാനറിയാവുന്ന എന്നോട് ഏറ്റുമുട്ടാൻ പറ്റരുത്. പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയി ചർച്ച ചെയ്ത് നടപടിയെടുക്കുന്നതാവേ ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് പറ. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിൻ്റെ പകുതി ഞാൻ പറഞ്ഞിട്ടില്ല പാർട്ടിക്കകത്തെ അപജയത്തെപ്പറ്റി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ പാർട്ടിക്കകത്തെ അപജയത്തെപ്പറ്റി? ആ ഗോവിന്ദൻ മാസ്റ്റർ അവർ കഷ്ടപ്പെടുത്തുകയല്ലേ സഹിച്ചതിനും എല്ലാവരും കൂടി. പറ. അദ്ദേഹം സംഘടനാപരമായി വളർന്നു വന്ന ഒരു സഖാവല്ലേ. മറ്റു സൂഹിക്കാനും ആളെ തോളെ കൈയിട്ടിട്ട് അങ്ങനെ അനാവശ്യമായ ലോക്യം പറയുന്ന ആളെ സീരിയസ് മാനാണ് അദ്ദേഹം, എനിക്കറിയാം. അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുകയല്ലേ ഇവരെ. ഈ പാർട്ടി എങ്ങനെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതിനല്ലേ അദ്ദേഹം ശ്രമിക്കുന്നത്. ഞാനോ? എന്തിന്? ഞാൻ ഇന്നേ വരെ പരാതി കൊടുത്തിട്ടില്ല. 2-3 തവണ സംഭവങ്ങൾ നാസറിനെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഫോളോ അപ്പ് ആക്ഷൻ ഒന്നും ചോദിച്ചില്ലല്ലോ. എൻ്റെ അച്ഛൻ എന്തിനു പറഞ്ഞു? എന്നെ മകാരം ചേർത്ത് എന്തിനു വിളിക്കുന്നത്? അത് വലിയ രാഷ്ട്രീയമാണോ? ഞാൻ രാഷ്ട്രീയം പറയുന്ന ആളാണോ? ഞാൻ ആരെങ്കിലും ഞാൻ വീണ്ടും പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ മറുപടി പറ. അതെ, പന്തളത്തൊരു പട്ടി എത്താൻ രക്തസാക്ഷിയാകുമെന്നാണ് ചെങ്ങന്നൂന്ന് വന്ന SFIയുടെ ഒരു ജാഥ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ വിളിച്ചത്. ലോറിയ വന്ന കുട്ടികൾ. ഞാൻ വള്ളാത്തുരുത്തി ആ പാലത്തിനടുത്ത് ഞാൻ കേട്ടതാണ്. വർഷങ്ങൾ കുറേയായി. ഏതോ ഒരുത്തൻ വിളിച്ചതാ. അവൻ കേസുകാരനകത്ത് കയറി കാണാം, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെ എന്തെല്ലാം കേട്ടു. അതുകൊണ്ട് രക്തസാക്ഷിയല്ല, ഇതൊന്നും സാരമില്ല. ഇതൊക്കെ ഒരുപാട് പേര് കേട്ട. ഇവരെ നമ്മുടെ പിന്നെ ശൈലജയെപ്പറ്റി എന്തൊരു അറ്റാക്കായിരുന്നു അല്ലേ അവിടെ? ഭയങ്കര സൈബർ അറ്റാക്കല്ലാണ്ട് ശൈലജക്കെതിരായിട്ട് ഇലക്ഷന് മുമ്പോ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴോ ആർക്കെതിരായിട്ട് സംഘടിപ്പിക്കാം? 10 പേര് വിചാരിച്ചാൽ മതി. ഇത് കാര്യമില്ല. ഇതൊക്കെ പാർട്ടി എതിരാണ്. സൈബർ ഇടങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്കെതിരാണ് പാർട്ടി. എന്നിട്ടും DC മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, LC മെമ്പർമാർ ഇത് ചെയ്യുമ്പോൾ അതന്വേഷിച്ച് കണ്ട് നടപടിയെടുക്കാൻ സഹിച്ചറിയാൻ സമയമില്ല. എന്നെ ഉപദേശിക്കുക ചാരി നിന്നോളാം പാർട്ടിയോട്. ഇല്ല, ഞാൻ പാർട്ടിക്ക് അകത്താണ്. എൻ്റെ വീട്ടിനകത്ത് ഞാൻ ചാരി നിൽക്കേണ്ട കാര്യമില്ല വെളിയിലുള്ള പുറം ഭിത്തിയിൽ. അത് ആ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് സഹിച്ചറിയാൻ ഇതിന് മറുപടി പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ മറുപടി പറയാനുള്ള ഒന്നും പറഞ്ഞില്ല, ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ സഹിച്ചറിയാൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു നിലവാരം ആയിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ആണോ എന്നുള്ളത് പരിശോധിക്കട്ടെ.